ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. 2025 റിലീസായിട്ടുള്ള ഹൊറർ കോമഡി മലയാളം മൂവിയാണ് സുമതി വളവ്. സുമതി വളവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ സിനിമ എന്തായിരിക്കും എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാം. കാരണം സുമതിയെ പറ്റി നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് യൂട്യൂബ് ചാനലുകളും മറ്റുമൊക്കെ അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന പോലെ ഒരുപാട് കഥകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ആ സുമതി എന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു സുമതി വളവ്. അതിലെ ഒരു സീനാണെന്ന് നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകും. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, ബാലു വർഗീസ്. അപ്പൊ അച്ഛനെ കൂട്ടുപിടിച്ച പ്രശ്നമില്ലാണ്ട് കല്യാണം നടക്കൂല. നീ അവളെ വിളിച്ചോടാ, നിന്റെ കല്യാണം ഞങ്ങൾ നടത്തുക. ചാരായോ ചാര ഷോപ്പ് കേരളത്തിൽ നിർത്തലാക്കിയതല്ലേ? നീ വിട്ടതാ ചമൻ ചേട്ടാ. ഓ, എനിക്ക് വേറെ വല്ല വഴി പറഞ്ഞ നിനക്ക് ധൈര്യം ഉണ്ടോ? ധൈര്യം ഉണ്ടാ? ഇങ്ങോട്ട് നോക്കി. നിനക്ക് ധൈര്യം തരാനുള്ള ഒരു ഒറ്റമൂലി എന്റെ കയ്യിലുണ്ട്. ധൈര്യത്തിന് ഒറ്റമൂലിയാ? 20 മാസമുള്ള ചമ്മേടാ. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഒറ്റമൂലി. ശിവോഹം. ശിവോഹം, അഘോരികൾ സേവിക്കുന്ന ശിവോഹം. മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലായില്ലേ? എനിക്കും കുറച്ച് ധൈര്യം തരും. ടച്ചിങ് എനിക്ക് ടച്ചപ്പോ ശിവോഹം ടച്ചപ്പൊക്കെ. ഓ, ചാരായം. ഇപ്പൊ എല്ലാം ശരിയല്ലേ? പോവാ. എങ്ങോട്ട്? കൊല്ലാൻ പട്ടാളത്തിലാണ് തോക്കുണ്ടാവും. അവനല്ല, ഇതിനൊക്കെ കാരണം അവളാ സുമതി. സുമതിനെ അവളല്ലേലും ചത്തതല്ലേ? ചത്ത സുമതിയെ വിളിച്ചു നിർത്തി നമ്മളൊന്നുകൂടി കൊല്ലും. ചത്ത സുമതിയെ ഒന്നുകൂടി കൊള്ളും. ഞാൻ അവിടെ പല്ലടിച്ചു രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ധൈര്യം കൂടും പറഞ്ഞില്ലേ? ആ ഒരു ശിവത്തിന് ബാക്കിയുള്ളേ കളിന്റെ കൂടെ അടിക്കാണ്. ടച്ചിങ്സ് ആയിട്ട് എന്താണ് സ്റ്റാർട്ടാക്കില്ല. സുമതി സ്റ്റാർട്ടാക്കില്ലെന്ന് സുമതിനെ കൊണ്ട് ഞാൻ സ്റ്റാർട്ടാക്കിക്കും. കോമഡി സീൻ യക്ഷിയുടെ അന്തക്ക് വിളിക്കുക. ബാലു വർഗീസ്. ഏതാ ആക്ഷൻ? ഏതോ ഒരുത്തരും വളം കിടന്ന് ഒളിച്ചോടി പോയിട്ട് ഞാനാണ് അവരെ കൊലക്കൊടുത്തെന്നുള്ള പേര് പറഞ്ഞാണ്. എന്റെ പെണ്ണിപ്പോ വേറെ ഭാര്യയാവും പോണം. ഓ, എനിക്കല്ല വിഷമണ്ടടി, എനിക്കല്ല വിഷമണ്ടടി. എനിക്ക് ഇനി പറയണം. നോയ്സ്. എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ടോ? നാരാ. ഓ, ലെമൺ. ഇതാണോ ചമ്മച്ചേട്ടൻ കുത്തി നാറിയ? ഓ, സീനായോണ്ട് ഓ.
പഠിച്ചേട്ടാ. അഘോരികളോ? ഓ, മറ്റേ സംഗതി ശിവോഹം. ശിവോഹം ഓടിത്തുടങ്ങിയതുണ്ട്. ഓക്കെ ഓക്കെ, നേരം വെളുത്തുന്നുണ്ട്. ഷൈജു കുറുപ്പ്. സാറ് ഇവിടെ? അത് ശരി, അത് ഞങ്ങളല്ലേ ഇരിക്കേണ്ടത്. നിങ്ങളെന്താ ഇവിടെ? വെളുപ്പിനെ വളവിൽ അഞ്ചെണ്ണത്തിനെയും ഞങ്ങളെ ഇങ്ങോട്ട് പോയിക്കൊണ്ടുവന്നത്. ഒറ്റ ഒരുത്തനും ബോധമില്ലായിരുന്നു. എന്നാലും എന്താ വളവ് പരിപാടി? നിനക്കൊക്കെ എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയേ? ധൈര്യത്തിലുള്ള സാധനം ചെമ്പഞ്ചേട്ടൻ തന്ന. എന്ത് സാറേ, ഇന്നലെ ചെമ്പഞ്ചേട്ടൻ തന്ന ശിവോഹം കഴിച്ചപ്പോഴത്തെ ധൈര്യം കിട്ടി. പിന്നെ വളവിൽ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലടോ, ശിവോഹം അതെന്താ സാധനം? അത് ഈ പച്ചമരുന്നെല്ലാം കൂടെ അരച്ച് കളിക്കിയ ഒരു ലേയാണ് സാറേ. അതെ എടോ, ഞങ്ങളുടെ നാട്ടിൽ കഞ്ചാവ് ലേഹിയാന്ന് പറയാം സാറേ. കുട്ടികളെ കഞ്ചാവ് ലേഹ്യം എന്നൊക്കെ പറഞ്ഞു. എനിക്കത് സാറേ സത്യോട് ഞങ്ങൾ അരവണയെന്ന് വെച്ച് കഴിച്ചാണ് സാറേ. സാറേ സാധനം ഇതാണെന്ന് അറിയില്ലായിരുന്നു സത്യമായിട്ട്. നല്ലൊരു അടിപൊളി സീനാണ് കണ്ടത്. നമ്മളെ സുമതി വളവ് എന്ന സിനിമയിലെ നല്ലൊരു അടിപൊളി കോമഡി സീനാണ് കണ്ടത്. നല്ലൊരു സൂപ്പർ സീനായിരുന്നു. അർജുൻ അശോകനും ബാലു വർഗീസും സിദ്ധാർത്ഥ് ഭരതനും ഒക്കെയുള്ള നല്ലൊരു ഷൈജു കുറുപ്പൊക്കെ ഉള്ളൊരു നല്ലൊരു സൂപ്പർ സീനായിരുന്നു. 2025 സിനിമ റിലീസായിട്ടുള്ള ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽ പറഞ്ഞ സിനിമയാണ് ഈ സിനിമ. അതുപോലെ വിഷ്ണു ശശി ശങ്കറാണ് ഈ സിനിമയുടെ സംവിധായകൻ. നമ്മുടെ മാളികപ്പുറം എന്ന സിനിമയുടെ സംവിധായകൻ അദ്ദേഹമാണ്. നല്ലൊരു സിനിമയാണ്, കണ്ടിരിക്കാം. വൺ ടൈം ഒരു വാച്ചബിൾ സിനിമ എന്ന് പറയാൻ മാത്രമേ പറ്റുന്ന സിനിമയാണ്. കാരണം ഒരു അധികം വലിയ പ്രതീക്ഷ ഇല്ലാതെ കണ്ട ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. കാരണം അത് റിലീസിൻ്റെ മുമ്പ് ട്രെയിലർ കണ്ടാണ് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വലിയൊരു ഇഷ്ടമായെന്ന് ചോദിച്ചാൽ ഇഷ്ടമായിട്ടുള്ള സിനിമ. കാരണം ഒരു ആവറേജ് ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് ആവറേജ് ആയിട്ടാണ് ഈ സിനിമ തോന്നിയത്. കാരണം നമ്മൾ ഈ അർജുന അശോകനെ കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അധികം കോമഡി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അധികം കോമഡി സീൻ എതിരെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അങ്ങോട്ട് വർക്കായിട്ടില്ല എന്ന് പറയാൻ പറ്റും. ഈ സിനിമ കാണാനൊക്കെ മനസ്സിലാവും. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ഈ മൂവി. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സിനിമയെ പറ്റിയിട്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.